കേരളത്തിലെ പറമ്പുകളിൽ ആർക്കും വേണ്ടാതെ പാഴായി പോയിരുന്ന ചക്കയ്ക്ക് ഇപ്പോൾ വിപണിയിൽ പൊന്നും വില. ഓരോ ദിവസവും നൂറുകണക്കിന് ലോഡ് ചക്കയാണ് കേരളത്തിന്റെ അതിർത്തി കടന്ന് ഉത്തരേന്ത്യയിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും പോകുന്നത്. വിദേശത്ത് ചക്ക ഉൽപ്പന്നങ്ങൾക്ക് ഡിമാൻഡ് വർദ്ധിച്ചതും ഭക്ഷ്യസംസ്കരണ മേഖലയിൽ ചക്കയുടെ ഉപയോഗം കൂടിയതുമാണ് ഈ മാറ്റത്തിന് പ്രധാന കാരണം. ജനുവരി മുതൽ ചക്ക ശേഖരിക്കുന്ന സംഘങ്ങൾ സജീവമാകാറുണ്ട്. മൂപ്പെത്താത്ത ഇടിച്ചക്കയ്ക്കാണ് ഉത്തരേന്ത്യൻ വിപണിയിൽ പ്രിയമേറെ. കർഷകരിൽ നിന്ന് കിലോയ്ക്ക് 8 മുതൽ 12 രൂപ വരെ നൽകി ശേഖരിക്കുന്ന ഇടിയൻ ചക്ക മധ്യപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ എത്തുമ്പോൾ കിലോയ്ക്ക് 60 രൂപയായി ഉയരുന്നു. ഗൾഫ് രാജ്യങ്ങളിലേക്കും വൻതോതിൽ ചക്ക കയറ്റുമതി ചെയ്യുന്നുണ്ട്. ചക്കയിൽ നിന്ന് ബിസ്ക്കറ്റ്, ഐസ്ക്രീം, ഹൽവ, ജാം തുടങ്ങിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന യൂണിറ്റുകൾ വർദ്ധിച്ചതോടെ കൂഴച്ചക്കയ്ക്കും ഇപ്പോൾ ആവശ്യക്കാരുണ്ട്. മുമ്പ് പൾപ്പിനായി മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിച്ചിരുന്ന കമ്പനികൾ ഇപ്പോൾ കേരളത്തിലെ പ്രാദേശിക യൂണിറ്റുകളെയാണ് സമീപിക്കുന്നത്. എന്നാൽ ചക്കയ്ക്ക് വില കൂടിയത് ചിപ്സ് നിർമ്മാതാക്കളെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. 10 കിലോയുള്ള ചക്കയ്ക്ക് 400 രൂപയിലധികം നൽകേണ്ടി വരുന്നത് ഉൽപാദന ചെലവ് വർദ്ധിപ്പിക്കുന്നതായി ഇവർ ചൂണ്ടിക്കാട്ടുന്നു. രാജ്യത്തെ ചക്ക ഉൽപാദനത്തിന്റെ 45% കേരളത്തിലാണെങ്കിലും ഇതിന്റെ 30% ഇപ്പോഴും പാഴായി പോകുന്നുണ്ടെന്നാണ് കണക്കുകൾ. എങ്കിലും ആധുനിക സംസ്കരണ രീതികൾ വ്യാപകമാകുന്നതോടെ കർഷകർക്ക് വരും വർഷങ്ങളിൽ കൂടുതൽ ലാഭം കൊയ്യാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. മീഡിയ ടൈം, വെള്ളാങ്ങല്ലൂർ.